ഭർത്താവ് എഴുന്നേറ്റ് നോക്കുമ്പോൾ ഭാര്യ ഫ്രിഡ്ജിൽ നിന്ന് മാംസ സാധനങ്ങളൊക്കെ എടുത്തു ചവറ്റുകൊട്ടയിലിടുകയാണ്. ഒരു വനിത എഴുതുന്നു, ഒരു വനിതയെക്കുറിച്ച് എഴുതുന്നു എന്ന പ്രത്യേകത ഈ പുസ്തകത്തിനുണ്ട്. അവരുടെ കുടുംബജീവിതത്തിലും സമൂഹത്തിലുമെല്ലാം ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഈ അടുത്ത് വായിച്ച പുസ്തകങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായി എനിക്ക് തോന്നിയത് ഈ വർഷത്തെ നോബൽ സമ്മാനം ലഭിച്ച കൊറിയൻ എഴുത്തുകാരി ഹാൻഗാങ്ങിൻ്റെ ദി വെജിറ്റേറിയൻ എന്ന നോവലാണ്. ഒരു സാധാരണയായിട്ടുള്ള ഒരു സ്ത്രീ, അവർ തെരഞ്ഞെടുപ്പുകളുടെ സാധ്യത, അത് ഭക്ഷണമാകട്ടെ, ജീവിത പങ്കാളി ആവട്ടെ, ജീവിത ശൈലിയാകട്ടെ, അത് എന്തുമാത്രം അസാധ്യമാണ് പുരുഷ കേന്ദ്രീകൃതമായ ഒരു സമൂഹത്തിൽ സംഭവിക്കുന്നത് എന്നാണ് ഈ നോവൽ നമ്മളോട് പറയുന്നത്. ഒരു സാധാരണയായിട്ടുള്ള ഒരു സ്ത്രീ, അവർ ഒരു ഭക്ഷണം, മാംസാഹാരം കഴിക്കുന്നില്ല എന്ന് തീരുമാനിക്കുമ്പോൾ അവരുടെ കുടുംബജീവിതത്തിലും സമൂഹത്തിലുമെല്ലാം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അത് ആണ് ഈ പുസ്തകം വിവരിക്കുന്നത് എന്നാണ് ഇതിൻ്റെ ലളിതമായ കാര്യം. ഒരു പുരുഷ കേന്ദ്രീകൃതമായ സമൂഹം, അതിൻ്റെ പ്രശ്നങ്ങൾ, അവസാനം ഇതെല്ലാം ഒരു ഭ്രാന്തിലേക്ക് അവളെ എത്തിക്കുന്നു എന്നുള്ളതാണ്. ഒരു മരത്തിൻ്റെ ശിഖരങ്ങളെ സംബന്ധിച്ച്, മരമാവുന്നതിനെ സംബന്ധിച്ചെല്ലാം വളരെ നൂതനമായ ഒരാശയം, വളരെ കൈയടക്കത്തോടു കൂടി അവർ അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. CV ബാലകൃഷ്ണൻ വളരെ നന്നായി അതിൻ്റെ മൊഴിമാറ്റം രേഖപ്പെടുത്തിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു വലിയ പുസ്തകമൊന്നുമല്ല, കുറച്ച് പേജുകളേ ഉള്ളൂ. ഇയാങ്, അവരുടെ സഹോദരി, അവരുടെ സഹോദരിയുടെ ഭർത്താവ്, ഇവരിലൂടെയാണ് ഈ നോവൽ കടന്നു പോകുന്നത്. ഒരു വനിത എഴുതുന്നു, ഒരു വനിതയെക്കുറിച്ച് എഴുതുന്നു എന്ന പ്രത്യേകത ഈ പുസ്തകത്തിനുണ്ട്. ഈ അടുത്ത കാലത്തായി കൊറിയ സാഹിത്യ മേഖലകളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. ഇപ്പോൾ കൊറിയൻ ബാൻഡ്, അതുപോലെ അവരുടെ സാഹിത്യ രചനകളൊക്കെ വളരെയധികം ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. തീർച്ചയായും ഒരു ശ്രദ്ധേയമായ നോവൽ എന്ന തലത്തിൽ ഇത് തീർച്ചയായും ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. വളരെ നൂതനമായിട്ടാണ് അതിലെ ചില ആശയങ്ങൾ. ഒരു ദിവസം ഭർത്താവ് എഴുന്നേറ്റ് നോക്കുമ്പോൾ ഭാര്യ ഫ്രിഡ്ജിൽ നിന്ന് മാംസ സാധനങ്ങളൊക്കെ എടുത്തു ചവറ്റുകൊട്ടയിലിടുകയാണ്. അപ്പോൾ എന്താ നീ ഇതിങ്ങനെ ചെയ്യുന്നു ചോദിക്കുമ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു എന്നിവർ പറയുന്നുണ്ട്. ആ സ്വപ്നം എന്താണെന്ന് അവർ അങ്ങനെ പറയുന്നില്ല. അപ്പോൾ അതിലൂടെ ഈ ഇത്തരം ഒരു കാര്യങ്ങൾ ഒരു പ്രതീകമായി ഇങ്ങനെ വളരെ മനോഹരമായി അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. തീർച്ചയായും നേരത്തെ കമലാദാസൊക്കെ ചൂണ്ടിക്കാണിച്ച അത് മറ്റൊരു തലത്തിൽ ഇവർ പറയുന്നു എന്നാണ്. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഇവർ അഡ്രസ്സ് ചെയ്യുന്നു എന്നാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് തോന്നിയിട്ടുള്ളത്.